ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് ഉപകാരപ്രദമായ പല വസ്തുക്കളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ഉപകാരപ്രദമായ പല കാര്യങ്ങളും നമുക്ക് ഈ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ ബോക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഈ പേപ്പർ ബോക്സ് കൊണ്ട് നമുക്ക് പല പല ഉപയോഗങ്ങളുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ബോക്സുകൾ വാങ്ങാറാണല്ലേ സാധാരണ പതിവ്, പല പല ബോക്സുകൾ. അപ്പം നമുക്കിനി പൈസ എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈ പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതൊരു നമുക്ക് എന്തെങ്കിലും ബോക്സസ് കിട്ടില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും കിട്ടുന്ന ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് പിന്നെ ബോക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാല, വള, കമ്മൽ, അങ്ങനെയുള്ള നമ്മുടെ അതുപോലെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഓരോ ബോക്സിൽ ഇട്ട് വെച്ചിട്ട് നമുക്കത് ഷെൽഫിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഷെൽഫിലൊക്കെ ആകുമ്പോൾ പേപ്പറൊന്നും നനയൂലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെൽഫിൽ ഇങ്ങനെ ഓരോ ബോക്സസ് ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു വലിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കുറേ സംഭവങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വെക്കുന്ന ഉള്ളി, ചെറിയുള്ളി, സവോള, വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് ആ ബാസ്ക്കറ്റിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പൊടികളൊന്നും താഴേക്ക് വീഴില്ല. ഇങ്ങനത്തെ ബോക്സിൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളി ഒക്കെ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ ബോക്സ് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു വോയിസ് കൊടുക്കാത്തത്. പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഭയങ്കര സിമ്പിൾ, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ട്യൂണോ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ട്യൂണൊന്നും ആഡ് ചെയ്യാത്തത്. ട്യൂണും നമുക്ക് കൊടുക്കാനേ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊറ്റ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ 2 പേപ്പർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെറിയ ബോക്സസും വലിയ ബോക്സ്, നമുക്ക് പല ടൈപ്പിലുള്ള ബോക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ചെറിയ ബോക്സ് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നത് പേപ്പർ ബാഗാണ്. ഇത് നമുക്ക് വെളുത്തുള്ളി, കിഴങ്ങ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കവർ ചെയ്ത് വെക്കേണ്ട സംഭവങ്ങളൊക്കെ ഇതേപോലെ ഇതിനകത്തിട്ട് നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു വള്ളി ഉണ്ടെങ്കിൽ അത് നമുക്ക് വള്ളി ഇതിനകത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ പറ്റിയ കുറച്ച് സാധനങ്ങൾ കൊള്ളുന്ന വലിയൊരു പേപ്പർ ബാഗാണ് നമ്മൾ ഇനി ഉണ്ടാക്കുന്നത്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ വീട്ടിലുള്ള പേപ്പർ, നമ്മൾ എന്തായാലും പേപ്പർ വായിക്കാൻ വേണ്ടി നമ്മൾ മേടിക്കും. ഇതിനൊരു 10 രൂപേൻ്റെ ഗമ്മ് വേണമെന്നുള്ളൂ കേട്ടോ. 10 രൂപയുടെ ഒരു ഗമ്മും പേപ്പർ മാത്രം മതി. ഇത് നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കണം. ബാഗ്, പേപ്പർ ബാഗ് ആയതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു 10 രൂപേൻ്റെ ഗമ്മ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ.
വെരി സിമ്പിളാണ് അല്ലേ? നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി സവാള അങ്ങനെയൊക്കെ വെയിറ്റുള്ള സാധനം ഇട്ട് കൊടുക്കുമ്പം കുറച്ചൊരു അത് പേപ്പർ താങ്ങാൻ വേണ്ടി ഒരു കട്ടിയുള്ളൊരു ബോർഡ് വെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് ഉള്ളി സവാള അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. കാണാനും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പിന്നെ എന്താ പറയാ, നല്ലൊരു പേപ്പർ ബാഗാണ്. കുട്ടികൾക്കാണേലും വീട്ടിലിങ്ങനെ ഉണ്ടാക്കാം. നല്ല രസമല്ലേ കാണാനായിട്ട്, ഇങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാകുമ്പം പ്രത്യേകിച്ച് പറയുകയും വേണ്ട അല്ലേ? കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ പേപ്പർ ബാഗും റെഡി ആയിട്ടുണ്ട്. അടിപൊളി പേപ്പർ ബാഗ്, നോക്കിക്ക് എന്ത് ഭംഗിയാ കാണാനായിട്ടെന്ന്. നമ്മുടെ പേപ്പർ ബാഗ് നല്ല സെറ്റ് ആയിട്ടില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഉൾവശം കണ്ടാലോ? ഉൾവശം കണ്ടാൽ മാത്രം പോരാ, അതിനകത്ത് നമ്മൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കണം അല്ലേ? കണ്ടോ, സൂപ്പർ ആയിട്ടില്ല നമ്മുടെ പേപ്പർ ബാഗ്. നല്ല സ്പേസ് ഉണ്ട്, വലിയതാണ് അല്ലേ? അടിപൊളി ഒരു പേപ്പർ ബാഗ്. ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ഒരു എന്തെങ്കിലും വള്ളിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയിടാനും പറ്റും. അത്യാവശ്യം വെയിറ്റും താങ്ങും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സവോളയും കുറച്ച് കിഴങ്ങൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കിയാലോ? എന്നിട്ട് നമുക്കൊന്ന് തൂക്കി പിടിച്ച് നോക്കാം അല്ലേ? എങ്ങനെയുണ്ട് നോക്കിയാലോ? അറിയണ്ടേ, നമ്മളെ ബാഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാനും പറ്റും. നല്ല അടിപൊളി ഒരു പേപ്പർ ബാഗ്. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് ബുക്ക് മാർക്കാണ്. ബുക്ക് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറീസ്, നോവൽ അങ്ങനെയൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, വായിക്കാൻ ഇഷ്ടമുള്ളവർ. അപ്പം നമുക്ക് എന്തായാലും വലിയ ബുക്കുകളൊന്നും ഒറ്റ ദിവസം കൊണ്ടൊന്നും വായിച്ച് തീർക്കാൻ പറ്റില്ല. നമ്മൾ കുറേ ദിവസം എടുത്തിട്ടാണ് നമ്മൾ വായിച്ച് തീർക്കാറല്ലേ? അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ആ സമയത്ത് ഇതുപോലൊരു ബുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ച് വെച്ച പേജിൽ നമുക്കിങ്ങനെ ഈ ബുക്ക് മാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ വായിക്കാൻ എടുക്കുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് ആ പേജ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അല്ലേ? അപ്പം അതിന് വേണ്ടിയില്ല, നമുക്ക് വല്ല കളർ പേപ്പറൊക്കെ എടുത്തുണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ബുക്ക് മാർക്ക് പല പല മോഡലിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ കുറച്ച് എന്താ പറയുക, ആർട്ടൊക്കെ ചെയ്തൊന്ന് അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ ഇത് നല്ല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളുമാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ബുക്കൊക്കെ വായിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് മാർക്ക് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിയാനായേ. കണ്ടോ, നമ്മുടെ ബുക്ക് മാർക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് കണ്ണും വായൊക്കെ വരച്ചെടുത്ത് നമുക്ക് അതിനൊന്ന് അടിപൊളിയാക്കി എടുത്താൽ മാത്രം മതി. ഉണ്ടോ, നമ്മൾ രണ്ട് കണ്ണും ഒരു വായൊക്കെ വരച്ചു കൊടുത്ത് നമ്മൾ നല്ല സുന്ദരപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു പേജ് എടുത്തിട്ട് നമുക്ക് ആ ബുക്ക് മാർക്ക് ഒന്ന് വെച്ച് നോക്കാം. നമുക്ക് ചെറുതോ വലുതോ എങ്ങനെയുള്ള ബുക്ക് മാർക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് ആ ബുക്ക് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഏത് പേജാണെന്നുണ്ടാവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് ബുക്കാണ് കേട്ടോ. ചെറിയൊരു ബുക്ക്. നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ വീട്ടമ്മമാർക്കാണെങ്കിൽ വല്ല ലിസ്റ്റൊക്കെ എഴുതി വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം സാധനങ്ങളൊക്കെ തീർന്നു പോയത് അപ്പം നോട്ട് ചെയ്ത് വെക്കാൻ,
അല്ല കുട്ടികൾക്കാണെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഇപ്പം സ്കൂളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെറിയ നോട്ടുകൾ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാൻ, ചെറിയ ചെറിയ എന്തെങ്കിലും കീവേഡ്സ് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കാൻ അതിനൊക്കെ പറ്റിയ ഒരു നോട്ട് പാഡ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ബുക്കാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധനം മേടിക്കുന്ന ലിസ്റ്റ് എന്താ പറയുക, നമുക്ക് എഴുതി വെക്കാൻ, പിന്നെ അതുപോലെ എനിക്ക് എന്തെങ്കിലും പിന്നെ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ ഒക്കെ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചെറിയ ബുക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതും നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പേപ്പർ കൊണ്ടുള്ള ഒരു ഇതാണല്ലേ. ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ A4 സൈസ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതണമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് 2 എണ്ണം ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചാക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ പേജായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ 3ാമത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കും റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു ബുക്കും റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ബുക്ക്? സൂപ്പറായിട്ടില്ലേ? കുറേ പേജസ് ഉണ്ട്. തീരാനാവും പിന്നെ നമുക്ക് വേറെ എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബുക്കിൽ നമ്മൾ വൈഗാമിക വ്ളോഗ്സ് എന്ന് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ പേപ്പർ കൊണ്ടുള്ള നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു ബോക്സ്. 2 പേപ്പർ നടുപ്പേജ് വെച്ചുണ്ടാക്കിയ നല്ല കട്ടിയുള്ള ബോക്സ്, അല്ല കുറച്ചുകൂടെ വലിയ ബോക്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാം ബുക്ക്, പിന്നെ ബുക്ക് മാർക്കർ, നമ്മുടെ എന്താ പറയുക പേപ്പർ ബാഗ്, ഇതെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.